ഇപ്പോൾ കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ സന്ദീപ് വാര്യർ, ശബരിമല സ്വർണ്ണക്കൊള്ളയെ സംബന്ധിച്ച് നേരത്തെ പുറത്തുവന്ന വാർത്തകൾ മാത്രമല്ല, കൂടുതൽ സ്വർണം നഷ്ടമായതായി, കൂടുതൽ സ്ഥലങ്ങളിൽ നിന്നുള്ള സ്വർണം നഷ്ടമായതായി, കൂടുതൽ സ്ഥലങ്ങളിലെ സ്വർണം നഷ്ടമായി എന്ന് പറയുന്നതിനേക്കാൾ കൊള്ളയടിച്ചതായുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിലായി ഇപ്പോൾ കട്ടിളപ്പാളിക്ക് മുകളിലുള്ള പ്രഭാമണ്ഡലത്തിലെ ശിവവ്യാളി എന്നിവയുടെ രൂപത്തിലുള്ള ആ പ്രഭാമണ്ഡലത്തിലെ സ്വർണവും നഷ്ടമായതായി, സ്വർണവും കൊള്ളയടിച്ചതായാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തന്നെ റിപ്പോർട്ടിൽ പറയുന്നത്. എന്താണ് പ്രതികരണം? വളരെ ആശങ്കപ്പെടുത്തുന്ന ഗൗരവകരമായിട്ടുള്ള വിവരങ്ങളാണ് വാസ്തവത്തിൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. നേരത്തെ സ്വർണ്ണപ്പാളി രേഖാമൂലം അഴിച്ചെടുത്ത് കൊടുത്ത്, അതായത് ദ്വാരപാലക വിഗ്രഹങ്ങൾ രേഖകളോടുകൂടി അഴിച്ചെടുത്ത് കൊടുത്ത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു തട്ടിപ്പ് നടത്തി എന്നാണ് കരുതുന്നതെങ്കിൽ, ഇത് ഒരു രേഖയും ഇല്ലാതെ തന്നെ ശബരിമലയിൽ നിന്ന് ധാരാളം വിലപിടിപ്പുള്ള വസ്തുക്കൾ മോഷണം പോയി, അതല്ലെങ്കിൽ കൊള്ള ചെയ്ത് കൊണ്ടുപോയി എന്നാണ് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്. വളരെ ഗൂഢമായിട്ടുള്ള, വളരെ ആഴത്തിലുള്ള ഒരു ഗൂഢാലോചന ഇല്ലാതെ, ഉന്നതരുടെ അറിവും പങ്കാളിത്തവും ഇല്ലാതെ ഒരിക്കലും ശബരിമല പോലെ ഇത്ര അതീവ സുരക്ഷയുള്ള ഒരു ക്ഷേത്ര സങ്കേതത്തിൽ നിന്ന് ഇത്രയും കൂടുതൽ സാധനങ്ങൾ കൊള്ള ചെയ്ത് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളത് സാമാന്യ യുക്തിയാണ്. ശബരിമലയിൽ ഒരു തവണയെങ്കിലും പോയിട്ടുള്ളവർക്കറിയാം, ഇത്ര സുരക്ഷാ സംവിധാനങ്ങളുള്ള, CCTV ക്യാമറകളുടെ കർശനമായ നിരീക്ഷണത്തിലുള്ള, കമാൻഡോ സംഘങ്ങളുടെ പോലും സംരക്ഷണ വലയത്തിലുള്ള ഈ ക്ഷേത്രത്തിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ മൂല്യമുള്ള വസ്തുക്കൾ കൊള്ളയടിച്ചു കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ അതിന് ഏറ്റവും ഉന്നത തലത്തിലുള്ള ആളുകളുടെ അറിവും പിന്തുണയും അവരുടെ കൂടി പങ്കാളിത്തവും ഇല്ലാതെ നടക്കില്ല എന്നുള്ളത് സാമാന്യ യുക്തികൾ എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് അതീവ ഗൗരവകരമായിട്ടുള്ള വിഷയമാണ്. ശബരിമല ഉൾപ്പെടെയുള്ള കേരളത്തിലെ നിരവധി ക്ഷേത്രങ്ങളിൽ സമാനമായ കൊള്ള നടന്നിരിക്കാനുള്ള സാധ്യതയിലേക്ക് കൂടി ഇത് വിരൽ ചൂണ്ടുന്നുണ്ട്. കൂടുതൽ ഗൗരവകരമായിട്ടുള്ള അന്വേഷണം ഇക്കാര്യത്തിൽ ആവശ്യമുണ്ട്. അത് തന്നെയാണ് UDF ആദ്യം മുതൽ ഇതിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ടത്, CBIയുടെ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടത്. ഇവിടെ പലപ്പോഴും നിലവിലിരിക്കുന്ന SIT സംസ്ഥാന സർക്കാരിന്റെ ഈ വിഷയത്തിൽ ആരോപണ വിധേയരായിരിക്കുന്നവരുടെ നിയന്ത്രണത്തിലുള്ള ഉദ്യോഗസ്ഥരാണ് ഇത് അന്വേഷിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ആശങ്കയുണ്ടാക്കുന്നത്. ഇപ്പൊ തന്നെ ബാലൻസിങ്ങിന് വേണ്ടി പലരെയും ചോദ്യം ചെയ്യാൻ വേണ്ടി തയ്യാറാകുന്നു എന്ന വാർത്തകൾ പുറത്തേക്ക് വരുന്നു. അപ്പം കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ദേവസ്വം മന്ത്രിമാരിലേക്ക് അന്വേഷണം എത്തിയിട്ടും CPM ഇത് ബാലൻസിങ് ചെയ്യാൻ വേണ്ടി, അതല്ലെങ്കിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയുള്ള പല പ്രവർത്തനങ്ങളും SIT കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ടെന്ന ന്യായമായ സംശയം വരികയാണ്. ഇവിടെ കടകംപള്ളി സുരേന്ദ്രനെ പോലെ ദേവസ്വത്തിലെ ഏറ്റവും ഉന്നതമായ തലങ്ങളിൽ ഇരുന്ന ആളുകളുടെ ഇക്കാര്യത്തിലെ പങ്കാളിത്തം സംശയാസ്പദമാണ്, അത് അന്വേഷിക്കപ്പെടേണ്ടതാണ്. ഇവരുടെയൊക്കെ അനുവാദമോ ഇല്ലാതെ ഇതെങ്ങനെ നടക്കും എന്നുള്ള ചോദ്യമാണ് ഭക്തർ ഉന്നയിക്കുന്നത്. കാരണം ശബരിമലയിൽ പോയിട്ടുള്ള ആളുകൾക്കറിയാം, അവിടെ നിന്ന് ഏതെങ്കിലും തരത്തിലൊരു തരി സ്വർണം പുറത്തേക്ക് കിടത്തണമെങ്കിൽ ഇത്തരം ഉന്നതമായ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകളുടെ അറിവോ പങ്കാളിത്തമോ ഇല്ലാതെ നടക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ കോടാനുകോടി രൂപയുടെ മോഷണമാണ്, കൊള്ളയാണ് നടന്നിരിക്കുന്നത്. ഇത് ശബരിമലയിൽ മാത്രമാണോ എന്നുള്ളതാണ് ഇപ്പോൾ സംശയിക്കേണ്ടത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അതല്ലെങ്കിൽ മറ്റ് കേരളത്തിലെ ക്ഷേത്രങ്ങളിലൊക്കെ സമാനമായ രീതിയിലുള്ള കൊള്ള കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് നടത്തിയിരിക്കാനുള്ള സാധ്യത തീർച്ചയായിട്ടും വളരെ ആശങ്കപ്പെടുത്തുന്നതാണ്. തീർച്ചയായിട്ടും ഇത് ക്ഷേത്രവിശ്വാസമില്ലാത്ത, ദൈവവിശ്വാസമില്ലാത്ത ആളുകൾ ക്ഷേത്രത്തിനകത്ത് കയറി നടത്തിയിട്ടുള്ള ഈ കൊള്ള തീർച്ചയായിട്ടും വളരെയധികം ഭക്തജനങ്ങൾക്ക് വിഷമവും ദുഃഖവും പ്രതിഷേധവും ഉണ്ടാക്കുന്നതാണ്. ഇവിടെ UDF ഉന്നയിച്ചിട്ടുള്ള എല്ലാ ആരോപണങ്ങളും ശരിവെക്കുന്ന തരത്തിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ഇതിൽ CPM നേതൃത്വത്തിനുള്ള പങ്കാളിത്തം അത് ഇനി ഒരിക്കലും നിഷേധിക്കാൻ കഴിയാത്ത വണ്ണം സുവ്യക്തമായിരിക്കുകയാണ്. CPMന്റെ CPMകാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ, CPMമാരായിട്ടുള്ള നേതാക്കന്മാർ ജയിലിൽ കിടക്കുന്നു. CPMന്റെ മന്ത്രി ഇത് ലഭിക്കുന്നു. ഇനിയും എങ്ങനെയാണ് ഇതിന്റെ ഉത്തരവാദിത്വം അവർക്ക് ഒഴിഞ്ഞു മാറാൻ സാധിക്കുക, ഈ സർക്കാരിന് ഒഴിഞ്ഞു മാറാൻ സാധിക്കുക? തീർച്ചയായിട്ടും ഇതിന്റെ അന്വേഷണം കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. പുറത്തു വരുന്ന വാർത്തകൾ ആശങ്കപ്പെടുത്തുന്നതാണ്. വളരെ നന്ദി ശ്രീ സന്ദീപ് വാര്യർ ഈ വാർത്തയോട് പ്രതികരിച്ചതിന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.